ഹായ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഒരിക്കൽ കൂടി ദ്രോണാസ് ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പുതുവത്സരങ്ങളിലും നമ്മളെല്ലാവരും വിചാരിക്കും പഴയ ശീലങ്ങളൊക്കെ മാറ്റി ഇനിയൊരു പുതിയൊരു ലൈഫ് സ്റ്റൈൽ തുടങ്ങണം, നമ്മുടെ ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ജിമ്മിൽ പോകുന്നവരാണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും നടക്കാൻ പോകുന്നവരാണെങ്കിലും ഒക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഇനിയെങ്കിലും നമുക്കൊരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വർക്കൗട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് വർക്കൗട്ട് ഡ്രിങ്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു ഹെൽത്തി ഡ്രിങ്കിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഏത് പ്രായക്കാർക്കും എല്ലാവർക്കും, അതായത് ജിമ്മിൽ പോകുന്നവർക്കും വർക്കൗട്ട് ചെയ്യുകയോ ഇല്ലാത്തവർക്കും ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ഡ്രിങ്കിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് സമയം കളയില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തലേദിവസം കുതിർക്കാൻ വെച്ച 4-5 ഡേറ്റ്സ് കുരു കളഞ്ഞത് അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്തൊരു 3-4-5 ആവാം ഉണക്കമുന്തിരിയും ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തോട് കൂടി, കുതിർക്കാനിട്ട വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഈ മിക്സിയിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഓട്സ് ആണ്. അതൊരു 10 മിനിറ്റ് മുന്നേ നമ്മളൊരു വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഒരു 5 സ്പൂൺ ഓട്സ് കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് പച്ച കപ്പലണ്ടിയാണ്. തൊലിയില്ലാത്ത റോസ്റ്റഡും കിട്ടും. ഒരു പിടി കപ്പലണ്ടിയും കൂടെ ഇതിനകത്ത് ഇടുക. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴമാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ മസ്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിലിപ്പീനി ബനാനയാണ്. നമ്മുടെ നാട്ടിൽ റോബസ്റ്റ പഴം എന്ന് പറയും. ഏത് പഴം വേണോ, നേന്ത്രപ്പഴം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈ പഴം തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം, കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ച പഴമാണ്, ബോക്സിൽ വെച്ചിരിക്കുന്നതാണ്. അതോടൊപ്പം 2 കാഷ്യൂനട്ടും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാഷ്യൂനട്ടിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പീനട്ട് ബട്ടർ നമ്മൾ കപ്പലണ്ടി ഇതിനകത്ത് ഇട്ടത് കൊണ്ട് ഒരു അര സ്പൂൺ പീനട്ട് ബട്ടറും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കാൻ പാടില്ല. സാധാരണ പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടും എന്നുള്ളത്. എനിക്കിതുവരെ ആ ഒരു ഫീൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇതൊരു 2 to 3 മിനിറ്റ്സ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന സാധനങ്ങൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്കിതിനെ കിട്ടും. അതിലേക്ക് നമ്മൾ ലൂസ് അനുസരിച്ചിട്ട് എത്രത്തോളം ലൂസ് വേണമെന്നുള്ളതനുസരിച്ച് ഞാനിപ്പോൾ 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിൽ 1/4 കപ്പ് പാലും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. യമ്മി. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറ. ഓക്കെ.